ശരിക്കും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ആട്ടത്തിനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആട്ടത്തിനൊരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ആ സമയത്താണ് അതിന് മേലേക്ക് ബെസ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കൂടെ എനിക്ക് കിട്ടിയത്. ശരിക്കും ഒരു അത്ഭുതമാണ്. ഈ സിനിമ ശരിക്കും ആനന്ദ് പറഞ്ഞ പോലെ അവരുടെ ഒരു കൂട്ടായ്മ എന്നുണ്ടായ സിനിമയാണ്. ഇതിലേക്ക് ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നത് ഇവർ സിനിമ ഏകദേശം പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് സിനിമ ഷൂട്ടിന് എനിക്ക് 2 മാസമല്ല, ഒരു മാസം മുമ്പാണ് ശരിക്കും എഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആരെയും ഫിക്സ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ആദ്യ സിനിമ മധുരമായിരുന്നു. മധുരം കണ്ട് ആനന്ദ് എല്ലാം വിധി എന്ന് പറഞ്ഞാൽ ആദ്യം ആനന്ദ് മധുരം കാണുന്നു. മധുരം കാണാനായിട്ട് പിറ്റേ ദിവസം മദൻ ചേട്ടൻ എനിക്ക് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മദൻ ചേട്ടൻ എഡിറ്റർ ആവാത്തത് കൊണ്ട് ആനന്ദിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഹേഷ് എന്നൊരു ആളുണ്ട്, പുള്ളി ഇങ്ങനെ മധുരം എന്നുള്ള പടം ചെയ്തിട്ടുണ്ട്, അപ്പോൾ പുള്ളീനെ വേണമെങ്കിൽ ആനന്ദിന് നോക്കാമെന്ന് പറയും. ആനന്ദ് എൻ്റെ തലേ ദിവസം ആ പടം കണ്ടിട്ടുള്ളത് കൊണ്ട് ആനന്ദ് ഓക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് കഥ പറയുന്നു. കഥ കേട്ട ആ പോയിന്റിന് എനിക്ക് പടം ഇഷ്ടമായി, നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നു. അന്ന് തൊട്ട് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ടീമിൽ ഞാനും ഉണ്ട്. ഇവർ 10-20 വർഷമായിട്ടുള്ള ഇവരുടെ സൗഹൃദത്തിൽ ഒരാളായിട്ട് ഞാനും വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ജേണിയാണ്. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷം. വേറൊരു കാര്യം പറയുന്നത്, ഇന്നലെ മിനിയാന്നൊരു മഹേഷിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മഹേഷിന് ഈ പൊതുവേദികളിൽ സംസാരിക്കാൻ ഭയങ്കര ടെൻഷനാണ്, ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണെന്ന് പറയുന്നത്. മഹേഷ് ഇന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പോയി അത് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല, അത്ര പേര് സംസാരിക്കാൻ പറയുന്നത്. Hello. First of all, thank you everyone. In short notes, നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയത് കാണാൻ നല്ല സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കരിയറിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ പല നല്ല നിമിഷങ്ങൾ വന്നത് ആട്ടം വഴിയാണ്. And for that I will always be grateful to the director and the producer and പിന്നെ എൻ്റെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള co-actors-നോട്. I'm very happy and grateful. And കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത്രയും കുറേ അച്ചീവ്മെൻറ്റ്സും റെക്കഗ്നിഷൻസും ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ കരിയറിൽ ഒരു പോയിന്റിൽ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആൻഡ് ഫൈനലി ദിസ് ഇസ് ലൈക്ക് ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ഓൾ ദോസ് റെക്കഗ്നിഷൻസ്. ഈ സ്വപ്നം ഒരു റിയാലിറ്റി ആയതിലും എനിക്കൊന്നും ഇതൊരു കത്തിയിട്ടില്ല ആക്ച്വലി ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ വെൻ ദിസ് വിൽ happen again to all of us. So നമ്മൾ കുറച്ചുകൂടി ചെറിഷ് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. Yeah. നമസ്കാരം. അധികം സന്തോഷമുള്ള കാര്യം വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിങ്ങനെ ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുകയും അപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് വേറെ ആ നടി അവിടെ വരുന്നുണ്ട്, അപ്പൊ അവിടെ പോകണം, വേറൊരു നടി ഇവിടെ വരുന്നുണ്ട്, അപ്പൊ അവിടെ പോകണം, വേറൊരു വലിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ് ഇതെന്നുള്ളത്. പക്ഷെ ആസ് എ ടീം എനിക്ക് തോന്നുന്നു പറഞ്ഞാണ് ഇപ്പോ ആട്ടം എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമക്ക് സംഭവിച്ച് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഇനി എന്നായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ധാരണ കുറവുണ്ട്. അപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ഒരു സിനിമ അംഗീകരിക്കപ്പെടില്ല ഒരു തരത്തിലും. കാരണം ഞങ്ങള് ഇപ്പൊ ജനൻ ഷാജനോട് ബാക്കി ഞങ്ങളെല്ലാവരും ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണിത്തുറയൊക്കെയാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ എത്തിപ്പെടും അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള ബസ് ചാർജിനെ കൂട്ടിമുട്ടിയിരിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും. അപ്പൊ അങ്ങനെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ കണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്യുന്നു. അപ്പൊ ഫൈനലി ഇപ്പൊ ഇന്നലെ സംഭവിച്ചത് ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സിനിമ ഇന്ത്യ എന്ന 140 കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരന്റെ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന, കാന്താര പോലെയുള്ള വലിയ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ 50-100 കോടി പ്രൊജക്റ്റൊക്കെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകൾ കോമ്പറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന്റെ ഒരു രാജ്യമാണ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങൾ കൊച്ചു സിനിമ
ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുക്കപ്പെടും എന്ന് പറയുന്നത് എനിക്കൊന്നും അതിനപ്പുറത്തേക്ക് ഒരു ആസ് എ ടീം ഞങ്ങൾക്കൊന്നും നേടാനില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വന്നു, അതിയായ സന്തോഷം. ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ആനന്ദ് പറഞ്ഞു ഈ സിനിമയുടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാൻഡ്ഫുൾ ആയിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളാണ്. ഈ ഒരാളെ സിനിമ കാണുകയും ഈ സിനിമ മറ്റുള്ളവർ കാണുക, അല്ലെങ്കിൽ ഈ സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമായി മാറുകയും അയാൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ കടപ്പാടുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉള്ള മാധ്യമ പ്രവർത്തകരോട് ഒരുപാട് കടപ്പാടുണ്ട്. കാര്യം മറ്റു വലിയ സിനിമകളുള്ളപ്പോഴും നമുക്ക് ഒരു വിസിബിലിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ആട്ടംപോലെ ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഒരു വളരെ നല്ല സിനിമയാണെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾക്ക് ആസ് എ ടീം ഞങ്ങൾക്കുണ്ടായ ഈ സന്തോഷം നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു ഗ്യാതറിംഗ് നമ്മൾ പ്ലാൻ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സന്തോഷത്തിലാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആട്ടത്തിന്റെ ഒരു ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. ഹരി എന്ന കഥാപാത്രമാകാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനയനോടുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാവും. ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു ഒരു നന്മയുള്ള ഒരുപാട് ഇവരുടെ കുറെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ, ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം, അതൊരു വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു ശ്രമം മാത്രമല്ല, ഇതിനുള്ളിലൊരു ഉഗ്രൻ ക്ലാസ് സിനിമയുണ്ടെന്നുള്ള കാര്യം എൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ കൈഡി ആനന്ദേകർഷി എന്ന് പറയുന്ന ഫിലിം മേക്കറിനുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരു കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചതല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗംഭീര ഫിലിം മേക്കറാണ് ആനന്ദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ ആനന്ദ് പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്നുള്ളത്, അതല്ല സത്യം. കാരണം അവരങ്ങനെ ഒരു വളരെ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മള് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാം. ഒരു നെഗറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇവരെല്ലാവരും വളരെ പോസിറ്റീവ് വൈബുള്ള, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ടീം ആയെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുക, സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യം, ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു, ഒരു ശ്രമമായിരുന്നു, ഒരു നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ്. പിന്നെ മഹേഷിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് ആട്ടത്തിന് എഡിറ്ററിനും ബെസ്റ്റ് ഡയറക്ടർ എഡിറ്ററിനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ മഹേഷിന്റെ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെറ്റുഗതറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും മഹേഷിനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചില്ല. കാര്യം എവിടെയെങ്കിലും ഒക്കെ പുറകിൽ പോയി നിൽക്കുന്ന ഒരാളായിരിക്കും. അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നു എഡിറ്റർ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പൊ ആനന്ദ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ ആനന്ദ് മഹേഷ് അല്ല ശരിക്കും സംസാരിക്കുന്നത്, മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളും ആയിരുന്നു. അപ്പൊ നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ 100% കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇടിച്ച് ഫ്രണ്ടിലോട്ട് വരണമെന്നില്ല, ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭീര എഡിറ്റർ. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ടീമിന്റെ ഒപ്പം വരാൻ കഴിഞ്ഞതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും. ആട്ടത്തിന് നിങ്ങൾ നൽകിയ പിന്നെ ഒരു പ്രത്യേക നന്ദി സിനിമാക്കാരോട് പറയാനുള്ള. ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവർ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല, സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ, അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര്, നമ്മുടെ റിവ്യൂ പറയുന്നവര്, അതുപോലെ തന്നെ സിനിമയിലെ തന്നെ അഭിനേതാക്കള്, അതിന്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര്, ഇതിനേറെ പറയുന്നു മമ്മൂക്ക. ഇന്ന് കണ്ടപ്പോഴും മമ്മൂക്കയോട് പറയായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊരു ഗംഭീര സിനിമയാവുന്നു.
ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന മലയാള സിനിമാ പ്രവർത്തകരുണ്ട്, പ്രേക്ഷകരുണ്ട്, റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ സമയത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ മൈക്ക് നന്ദനയ്ക്ക് കൈമാറുന്നു.